ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല നാടൻ ഞണ്ട് റോസ്റ്റാണ്. നമ്മുടെ ക്രാബാണ്. അതിനായിട്ട് ഏകദേശം 1 കിലോ ക്രാബ് ഉണ്ടായിരുന്നു. ഇത് ക്ലീൻ ചെയ്ത് വന്നപ്പോൾ 1/2 കിലോനായിട്ടോ. ഇനി നമുക്ക് 2 സവാള ഇതുപോലെ പീസസ് ആക്കി അരിഞ്ഞതും ഒരു 5-6 ചുവന്നുള്ളി ഞാൻ അരിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ മിക്സാണ് ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്തത്. ഇനി നമുക്ക് ഇതിലേക്ക് ഏകദേശം ഒരു വലിയ ഇഞ്ചി ഇതുപോലെ സ്മോൾ സ്ക്വയർ പീസസ് ആക്കി അരിഞ്ഞത് ആഡ് ചെയ്യുന്നു. ഒരു 15 അല്ലി വെളുത്തുള്ളി ഇതിലേക്ക് ആഡ് ചെയ്യുന്നു, ഇതുപോലെ റൗണ്ടിൽ സ്മോൾ പീസസ് ആക്കിയത്. ഇനി നമുക്ക് ഏകദേശം ഒരു 4 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത്. പച്ചമുളക് എരിവിനനുസരിച്ച് നിങ്ങൾ ആഡ് ചെയ്യുക, കാരണം നമ്മൾ ഇതിലേക്ക് ചില്ലി പൗഡർ ആഡ് ചെയ്യുന്നില്ല. ഈ പച്ചമുളകിൻ്റെ എരിവായിരിക്കും ഇതിൽ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. ഒരു 2 ടീസ്പൂൺ ഉപ്പ്, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് വളരെ സിമ്പിളാണ് കേട്ടോ, പെട്ടെന്ന് കുക്ക് ചെയ്ത് കഴിയും. ഇത് ക്രാബ് ക്ലീനിങ് ഒഴിച്ചാൽ ഒരു ½ ആൻ അവർ മതി ഇത് കുക്ക് ചെയ്ത് കഴിയാൻ. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇത് മൂടി വയ്ക്കുക, ലോ ഫ്ലെയിമിൽ വെക്കുക കേട്ടോ. ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കണ്ടോ, ഇതിൻ്റെ എല്ലാം വെള്ളമൊക്കെ ഇറങ്ങി വരാൻ തുടങ്ങി. ഇനി നമുക്ക് ഒരു എക്സ്ട്രാ 15 മിനിറ്റ്സ് കൂടെ ഇത് മൂടി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മുടെ ക്രാബ് റോസ്റ്റ് റെഡിയായി. ഇത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ, എന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി ഫൈനലായിട്ട് നമുക്കിതിലേക്ക് കൊക്കനട്ട് ഓയിൽ കൂടെ ആഡ് ചെയ്യാം. ഈ കൊക്കനട്ട് ഓയിൽ നിങ്ങൾ മിസ് ചെയ്യരുത്, ഇതിൻ്റെ ഫ്ലേവർ ഇതിലൊരു സ്പെഷ്യൽ ടേസ്റ്റ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.